രാജ്യത്തിൻ്റെ ആപത്തായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അത് സംഘിയാണ്, സംഘീസമാണ്. സൂക്ഷിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പണി കിട്ടും സംഘികളെ കൊണ്ട്. നമ്മുടെ നാട്ടിൽ വൻ കേരള സ്റ്റോറി വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ എവിടെയെന്നറിയോ, ഞാൻ ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫിജിയിൽ എൻ്റെ പുറകെ കാണുന്ന ബോർഡ് കണ്ട, ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫിജി എന്ന് പറഞ്ഞ രാജ്യം ഓസ്ട്രേലിയയുടെ മേളിൽ കിടക്കുന്ന ഒരു പസഫിക് രാജ്യമാണ് ഫിജി. ആ ഫിജിയിൽ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള സുവ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ ഇവിടെ കാണുന്നത് ഒരു 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 തിയേറ്ററാണ് ഈ കാണുന്നത്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാര്. അങ്ങനെയുണ്ട്. നിങ്ങൾ ഈ കേരള സ്റ്റോറിക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെ കുറേ സംഘ പരിവാണങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. പല ന്യൂസ് ചാനലിൽ ഇരുന്ന് ഇതിനെ അങ്ങ് വരിക്കോരി പ്രശംസിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണെന്നും പറഞ്ഞിട്ട്. പിന്നെ അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകണ്ട, കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻ ചാപ്രീസ് ഇതിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വേട്ടാവളിയന്മാരാണ് നമുക്ക് എല്ലാവർക്കും വരെ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ സംവിധായകൻ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാക്കളുടെ ഒരു കുത്തിക്കഴപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഈ മൂവി ഇന്ത്യയിൽ മാത്രമല്ല റിലീസ്, വേൾഡ് വൈഡ് റിലീസാണ്. അതാരും ഇത്ര ശ്രദ്ധിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ സുജിത് ഭക്തൻ ഫിജി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്ത് പോയ സമയത്ത് അവിടുത്തെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വരെ നാളെ 27-ാം തീയതി ഫിലിമിൻ്റെ റിലീസിൻ്റെതാണ്. അതിന് താഴത്തുണ്ട് വാച്ച് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ രാജ്യമായിട്ട് കേരളം, നിങ്ങൾ കേരളത്തിലെ മലയാളികളെ നിങ്ങൾ മാത്രം എടുത്ത് നോക്ക്. ഇനി ഫിജി പോലത്തെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലോട്ട് ഒരിക്കൽ വരുന്നതാ. പല ടൂറിസമായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ വരുന്ന ആളുകളാ. അവിടുന്ന് വരെ ആൾക്കാർ ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇനി കേരളം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടും പോകരുതിട്ട്. അവിടെയൊക്കെ ഭയങ്കര ഭീകരന്മാരാണ്, മുസ്ലിം ഭീകരന്മാർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ച് വല്ലതും കാണിക്കും. ഇങ്ങനത്തെ മൂവീസാണ് ഈ സ്ഥലങ്ങളിലൊക്കെ കാണിച്ചു വിടുന്നത്. ഈ ഫിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് മൂവി ഈ ഒരു സ്ഥലത്തോട്ട് ഒരിക്കലും 2 തലമുറ മുമ്പെങ്കിൽ 2-3 തലമുറ മുമ്പ് ഇവിടുന്ന് ഇന്ത്യയിൽ നാട് കടത്തപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിട്ട് അവിടുത്തെ കുറച്ച് ഇന്ത്യൻ വംശജർ കുറച്ച് അധികമുള്ള സ്ഥലമാണ് അവിടെ. അവിടുത്തെ ആൾക്കാർ ഇന്ത്യ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ ആൾക്കാരായിരിക്കും ഇന്ത്യയിലോട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ പഴയ ബന്ധമൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആർക്കും ഇന്ത്യ പോയിട്ട് ഇന്ത്യയുടെ ഭാഗം പോലും അറിയാത്ത അവസ്ഥയുള്ള ആ സ്ഥലത്ത് പോലും ഇങ്ങനത്തെ പ്രൊപ്പഗണ്ട മൂവി കൊണ്ടിട്ടിട്ട് നമ്മളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഈ നാണം കെടുത്തൽ കേരളത്തിലെ നാണം കെടുത്തുക എന്നുള്ളതല്ല, കേരളത്തിലെ പേരും വെച്ചിട്ട് ഇവന്മാർ ഈ മൂവി വെച്ചിട്ട് മുസ്ലിമിനെ നാണം കെടുത്തുക എന്നുള്ളതാണ്. ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമോഫോബിയ കൊണ്ടുവരിക, വേൾഡ് മൊത്തം ഇസ്ലാമോഫോബിയ കൊണ്ടുവരിക. ഇന്ത്യ രാജ്യത്തു നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ കൊണ്ടുവരുന്നത് ഈ ലോകത്ത് എന്താ പറയുക, നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അത് ഇന്ത്യൻ സംഘികളാണ് ഏറ്റവും കൂടുതൽ പ്രൊപ്പഗണ്ട. അല്ലാത്ത കുറേ വിഭാഗങ്ങൾ ഇതുണ്ട്, എങ്കിലും ഇന്ത്യൻ സംഘികൾ, ഇന്ത്യ ഭരിക്കുന്ന സംഘികൾ, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മഹാസംഘികളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ ഇത്തരം മൂവികളിലൂടെ അല്ലാണ്ടും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് വരെ അത് പ്രൊപ്പഗണ്ട മൂവീസും അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട ഡോക്യുമെൻ്ററീസും അല്ലെങ്കിൽ അമ്മാതിരി പരിപാടികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സ്ഥലത്ത് നിങ്ങളിപ്പോൾ ഇത് ഫിജിയിലെ കാര്യം കണ്ടേ, ഈ മൂവി ഏതൊക്കെ രാജ്യങ്ങളിൽ ഇവന്മാർ ഇറക്കുന്നുണ്ടാവും ഇംഗ്ലീഷ് സബ് ടൈറ്റിലും വെച്ചിട്ട്. നമ്മളെത്ര അപമാനിക്കപ്പെടും നമ്മുടെ കേരളം. ഈ മൂവി ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതി ഹൈക്കോടതി ഏതായാലും ഇതിന് സ്റ്റേ കൊടുത്തിട്ടുണ്ട് 15 ദിവസത്തേക്ക്. അതിൻ്റെ ഇടക്ക് ഇതിലുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇനിയുള്ളത് മുന്നോട്ട് വരും, അല്ല ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പൊക്കോന്നാണ് നമ്മുടെ കേരള ഹൈക്കോടതി ഇന്ന് വിധിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഇത് മറ്റെത്ര രാജ്യങ്ങളിൽ ഇപ്പം ഇതുപോലെ റിലീസ് ചെയ്യുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. ഈ രാജ്യങ്ങളിലൊക്കെ എത്ര പേര്, അതായത് ഇന്ത്യയിലോട്ട് വരുമ്പം, ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം എടുക്കുമ്പം ഏറ്റവും കൂടുതൽ വിദേശികൾ പോകുന്നത് ഒന്ന് താജ്മഹൽ കാണാനും പിന്നെ അതുപോലത്തെ മുഗൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല സംഭവങ്ങൾ കാണാൻ ഏറ്റവും കൂടുതൽ വരുന്നത്. അല്ലാണ്ട് രാമക്ഷേത്രം കാണാനും അതല്ലാണ്ട് ശിവക്ഷേത്രം കാണാനും അല്ല ഇന്ത്യയിലോട്ട് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത്. ഒന്ന് താജ്മഹൽ കാണണം, പിന്നെ ഡൽഹിയിൽ വന്നിട്ട് അവിടുത്തെ കുത്തുബ് മിനാറും ബാക്കിയുള്ള കുറേ മുഗൾ സൃഷ്ടികൾ കാണാനും അല്ലെങ്കിൽ മുഗളിൻ്റെ സമയത്തുണ്ടായിരുന്ന ആ ഒരു ചരിത്ര പ്രാധാന്യമായിട്ടുള്ള പല സംഭവങ്ങളും അറിഞ്ഞിട്ടാണ് ഒന്നും ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തെ കേരളത്തിലോട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്, ഗോവയിലോട്ട് വരുന്നുണ്ട്, അതൊരു ബീച്ച് സൗന്ദര്യം അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പാർട്ടി മൂഡിന് പോകുന്ന ആളുകൾ. അല്ലാത്ത ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം കേരളം. ഏറ്റവും കൂടുതൽ ഏതൊരു വിദേശികളുടെ വീഡിയോസ് എന്ത് നിങ്ങൾ എടുത്തു വയ്ക്കുമോ, ഈ നോർത്ത് ഇന്ത്യയിൽ പോയി ഈ ചാപ്രികൾ പിന്നാലെ കൂടിയിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ബലാത്സംഗം വരെ ചെയ്ത് ഇവിടുന്ന് ഓടിപ്പോയ ആൾക്കാരുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പേര് വരുമ്പോൾ അവർക്ക് 100 നാവാ. കേരളത്തിലോട്ട് വരാൻ ഇഷ്ടമാണ്, ഇവിടുത്തെ ആളുകൾ ഇഷ്ടമാണ്, ഇവിടുത്തെ കേരളത്തിൻ്റെ സൗന്ദര്യം ഇഷ്ടമാണ്, ഇവിടുത്തെ കൾച്ചർ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നു പോയ കുറേ ആൾക്കാരുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പല രാജ്യങ്ങളിലും കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പുള്ള ഒരു നല്ലൊരു സ്ഥലമായിട്ട് കാണുമ്പോൾ ഇമ്മാതിരി മൂവി സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് നമ്മളെ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ നാണം കെടുത്തുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ പ്രധാന ഓൾറെഡി ലോകം മൊത്തം ചുറ്റി, ഇപ്പം ഇസ്രായേൽ വരെ ചുറ്റി.
അതായത് യുദ്ധക്കൊതിയന്മാർ, ഇറാനെതിരെയും പലസ്തീനെതിരെയും ഗസക്കെതിരെയും ബാക്കി എവിടെ പോയാലും യുദ്ധം ചെയ്യാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന ആ വൃത്തികെട്ട രാജ്യത്ത് വരെ നമ്മുടെ പ്രധാന മന്ത്രിജി അവിടെ എത്തിയിട്ട് അവിടെ വാലും ചുരുട്ടി എഫ്സ്റ്റീൻ്റെ നാട്ടിൽ പോയിട്ട് എഫ്സ്റ്റീൻ്റെ നേതാക്കളുടെ മുമ്പിൽ വാലും ചുരുട്ടി ഇരിപ്പുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിജി ഇന്നലെ ഇസ്രായേലി പാർലമെന്റിലോട്ട് നെസറ്റിലോട്ട് കയറിയ സമയത്ത് അവിടുന്ന് അവിടുത്തെ പ്രതിപക്ഷം വരെ ഇറങ്ങിപ്പോയ വീഡിയോസ് നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങളത് കാണൂല, കാരണം ഇവിടെ വെച്ചിട്ടുള്ള PR വർക്ക് മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ. ഇയാളങ്ങ് കയറിയ സമയത്ത് അവിടെ അങ്ങ് ഇറങ്ങിപ്പോയി അവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങൾ. നാണക്കേടെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവിടുന്ന് വോട്ട് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഞാൻ പലസ്തീൻ്റെ കൂടെയാണേ, ഞാൻ ഇറാൻ്റെ കൂടെയാണേ എന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞാലും നേരെ പോയത് എങ്ങോട്ടാ? എന്നിട്ട് ഇസ്രായേലിലോട്ട്. ഇമാതിരി ഊള അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി ഊളത്തരം കാണിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഓൾറെഡി രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ മൊത്തം തല കുനിച്ചിങ്ങനെ ഇരിക്കുക. ട്രംപിൻ്റെ ഷൂവിൻ്റെ അടിയിലാണ് ഇപ്പോൾ തല ഉള്ളത്. ഇതുവരെ ട്രംപ് വിട്ടിട്ടില്ല, എപ്പോഴും തല അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ പ്രധാനമന്ത്രി ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് തന്നെ വിടുമോ, ഞാൻ എല്ലാം ചെയ്തില്ലേ, ഷൂ നക്കിയില്ലേ, ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, ട്രേഡിൽ ഒപ്പിട്ടില്ലേ, ഇനി എന്നിട്ട് തലം കിட்ட എടുത്തോട്ടെ, സമ്മതിച്ചിട്ടില്ല, എന്നാൽ എഫ്സ്റ്റീൻ ഫയലും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്, പുറത്ത് അദാനിൻ്റെ കേസും ഉണ്ട്, അപ്പോൾ ഊരാൻ പറ്റിയിട്ടില്ല. ആ രീതിയിൽ നമ്മൾ നാണം കെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇമ്മാതിരി ഓരോ പ്രൊപ്പഗണ്ട മൂവീസ് ഈ ലോകത്ത് മൊത്തം ഇറക്കിയിട്ട് നമ്മുടെ മലയാളികളെയും കേരളത്തിനെയും അല്ലെങ്കിൽ മുസ്ലിമിനും, കേരളത്തിലെ മുസ്ലിമിനും ഇന്ത്യയിലെ മുസ്ലിമിനും ഇത്ര മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുജിത് ദത്തൻ ഒരു വലിയ വീഡിയോ പുള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലെ ചെറിയ പോർഷൻ എടുത്ത് നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അവസ്ഥ. നമ്മളെ പറ്റി ഇവന്മാർ ഈ ചാപ്രി, ഈ നോർത്ത് ഇന്ത്യൻ ചാപ്രികളായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും ഉണ്ടല്ലോ, അവന്മാർ കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ കയറിയിട്ട് അവന്മാരോട് 2 ചോദ്യം ചോദിച്ചപ്പോൾ അവൻ്റെയൊക്കെ ചന്തി പൊള്ളി, അവൻ്റെ കുണ്ടി പൊള്ളിയിട്ടേ അവന് ഉത്തരം പറഞ്ഞിട്ട് വെകിളി പൂണ്ട്. അവസാനം അവന് ദേഷ്യം കൊണ്ട് അവൻ ഇറങ്ങിപ്പോവുക. അവന് ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലേ? കാണിച്ചൊരൊറ്റൊന്നും അവിടെ മലയാളികളില്ല, കാണിച്ചൊരൊറ്റൊന്നും ബീഫ് തിന്നിട്ടില്ല. പിന്നെ എന്ത് തേങ്ങക്കട നായിക്കാട്ടങ്ങളെ നിങ്ങൾ ഇതിട്ടതെന്ന് ചോദിച്ചു പോകും നമ്മൾ. സത്യത്തിൽ ആ പ്രൊഡ്യൂസറും ഡയറക്ടറും മഹാനായിക്കാട്ടങ്ങൾ രണ്ടും കൂടെ കാണിച്ചു വെച്ചിട്ടുള്ള ചെറ്റത്തരത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അവനങ്ങ് പൊള്ളുകയാണ്. അവൻ്റെ ചന്തിയിലാരോ വെടി പൊട്ടിച്ച പോലെ അവൻ്റെ അവസ്ഥ. ഏതായാലും അതിനുള്ള പണി ഇന്ന് കേരള ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ എന്ത് കുണയ്ക്കാനാണ് ഇനി അങ്ങോട്ട് പോകാമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പക്ഷേ ഇതേപോലെ ഇവന്മാർ ഇവിടെ മാത്രമല്ല, നിങ്ങൾ ആലോചിക്കും, ഇവന്മാർ ഈ രാജ്യം, ഈ ലോകം മൊത്തം മലയാളികളെയും കേരളത്തിനെയും മുസ്ലിങ്ങളെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗണ്ട മൂവി അവിടെ വരെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഏതൊക്കെ രാജ്യത്ത് ഇറക്കിയിട്ടുണ്ടാവും. അതായത് സുജിത് ഭക്തൻ പറഞ്ഞ മൊത്തം വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഗൈസ്, നമ്മുടെ നാട്ടിൽ വൻ കേരള സ്റ്റോറി വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ എവിടെ അറിയാം, ഞാൻ ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫിജിയിൽ എൻ്റെ പുറകെ കാണുന്ന ബോർഡ് കണ്ട, ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫിജി എന്ന് പറഞ്ഞ രാജ്യം ഓസ്ട്രേലിയയുടെ മേളിൽ കിടക്കുന്ന ഒരു പസഫിക് രാജ്യമാണ് ഫിജി. ആ ഫിജിയിൽ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള സുവ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ ഇവിടെ കാണുന്നത് ഒരു 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 തിയേറ്ററാണ് ഈ കാണുന്നത്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാര്. എന്നാ വേണ്ട അവന്മാർക്ക് ഈ പടം? ശരിക്കും പറഞ്ഞാല് സത്യം പറഞ്ഞ ദേശീയ അമർഷം വരുന്നുണ്ട്. ഇവന്റെ ഈ ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും അപ്പന്റെ വകയാണോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പേര് കൊടുക്കാൻ? ഭയങ്കര മോശമാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. എങ്ങനെയുണ്ട്? ഇതാണ് നോർത്ത് ഇന്ത്യൻ ചാപ്രി. നോർത്ത് ഇന്ത്യൻ ചാപ്രീസ് എന്ന് പറഞ്ഞാൽ സെൻസ്ലെസ് ആയിട്ട്, യൂസ്ലെസ് ആയിട്ട്, ഒരു സെൻസും ഇല്ലാത്ത വെറും ചാണകങ്ങൾ, കൗഡം. അതായത് ആരാണോ ചാണകം തിന്നുന്നത്, ഹു ഹീറ്റ്സ് കൗഡം, അല്ലെങ്കിൽ ആരാണോ കുടിക്കുന്നത്, പശുമാതാവിൻ്റെ മൂത്രം കുടിച്ചിട്ട് അതിൽ സംതൃപ്തി അടയുന്ന നോർത്ത് ഇന്ത്യൻ ചാപ്രീസ് ഇറക്കിയിട്ടുള്ള ഇമ്മാതിരി ഊള മൂവീസ്, ഇമ്മാതിരി മൂവീസിനെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളത്തിലെ സകല സംഘിവാണങ്ങളെ നീയൊക്കെ തൂറിയിട്ടുണ്ടായതാണോടാ? അതോ നീയൊക്കെ നിന്നെ അമ്മ പെറ്റതാണോ? അതോ വളി വിട്ടപ്പോൾ തെറിച്ച് വീണതാണോ നീയൊക്കെ സംഘി? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികളുകൊണ്ടാണ് ചോദിക്കുന്നതാണോ? നീയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണോ? ഈ ലോകം മൊത്തം മലയാളത്തിനെ, നീയും ജനിച്ച് വളർന്ന് സുഖമായിട്ട് വളർന്ന് നിൻ്റെ ഒന്നും വായിലോട്ട് ഒരു മുസ്ലിമും ഇവിടെ ഒരു ബീഫും കുത്തി കയറ്റിയിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ പോർക്ക് തിന്നരുതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുസ്ലിം നിൻ്റെയൊക്കെ ചന്തിക്ക് അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പോർക്ക് തിന്നണം പോർക്ക് തിന്നോട്ടെ, ബീഫ് തിന്നണം ബീഫ് തിന്നോട്ടെ, മട്ടൻ കഴിക്കണം മട്ടൻ കഴിക്കട്ടെ. ഇതൊന്നും കഴിക്കാത്തതിൻ്റെ കഴിക്കും വേണ്ട. ഇവിടെ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. കേരളം വിട്ടേക്ക്. കേരളം വിട്ടിട്ടില്ല എന്താണെന്ന് പോലും അറിയില്ല. ആ അവസ്ഥ. ബീഫ് കയ്യിൽ വെച്ചാൽ കൊല്ലും, ബീഫ് തിന്നാൽ കൊല്ലും, ബീഫ് കൊണ്ടുകിടന്നാൽ കൊല്ലും, ബീഫ് മണത്താ കൊല്ലുന്ന കാല. അപ്പോഴാണ് ഇമ്മാതിരി ഓരോ പ്രൊപ്പഗണ്ട ഐറ്റം പോയി ഇറക്കി വെച്ചിട്ടുള്ള നോർത്ത് ഇന്ത്യൻ പരനാറികൾ. അവൻ്റെയൊക്കെ തന്തയുടെ വകയെ കേരളത്തിലുള്ള പേരുള്ളത്. ആ അവസ്ഥയിൽ അവനൊക്കെ മൂവി ഇറക്കി പടച്ചു വിടുന്നത് ഓരോ സാധനങ്ങൾ. എന്നിട്ട് അവൻ്റെ ന്യായീകരണങ്ങളുമാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ നമ്മുടെ നാട്ടിലെ
കുറേ വാണസംഖികളും. ഏതാണെങ്കിലും അറ്റ്ലീസ്റ്റ് മലയാളികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്തരത്തിലുള്ള വാണസംഖികളെ നമ്മുടെ കൂട്ടത്തിൽ പോലും വെക്കരുത്. കണ്ടു കഴിഞ്ഞാൽ ആട്ടി ഓടിച്ചൂല. സംഖ്യയാണ്, സംഗീസം പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ സംഭവം എന്ന് വിചാരിക്കരുത്. ഇവന്മാരാണ് ഏറ്റവും തേർഡ് റേറ്റ് ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ തേർഡ് റേറ്റ് മനുഷ്യത്തുള്ള ചെറ്റകളാണ് ഈ പറഞ്ഞ സംഖ്യകളടക്കം. ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ മാറ്റി നിർത്തുക. കാരണം ഇവന്മാർക്കൊരു ചാൻസ് കിട്ടിയ ഇപ്പുറത്തൊരു മുസ്ലിം ആണെങ്കിൽ അവൻ ആദ്യം തീർക്കും, പിന്നെ ക്രിസ്ത്യൻ ആണെങ്കിൽ രണ്ടാമതും തീർക്കും, മൂന്നാമത് ദളിതനാണെങ്കിൽ അവൻ അപ്പോഴും തീർക്കും, സവർണ ഹിന്ദു ആണെങ്കിൽ അവൻ ചിലപ്പം ഒന്നും ചെയ്തില്ല എന്ന് വരും, പിന്നെ വേറെ രാഷ്ട്രീയം നോക്കിയിട്ട് അവൻ്റെ രാഷ്ട്രീയത്തിലല്ലാത്ത ആരെയും അവൻ തീർത്തുകൊണ്ടിരിക്കും. അപ്പം സംഖ്യകളെ ഐസൊലേറ്റ് ചെയ്തുള്ള, സംഖ്യകളെ കണ്ടു കഴിഞ്ഞാൽ മാറ്റി നിർത്തിക്കൊള്ളുക, സംഖ്യകളെ അടുപ്പിക്കാണ്ടിരിക്കുക. സംഖ്യകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ കൾച്ചറിന് വരെ ഈ സംഖ്യകൾ ഏറ്റവും വലിയ ആപത്താണ്. ഈ രാജ്യത്ത് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആപത്ത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ആപത്തായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അത് സംഖ്യയാണ്, സംഗീസമാണ്. സൂക്ഷിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പണി കിട്ടും സംഖ്യകളെ കൊണ്ട്.